ഹലോ, നമ്മളിന്നൊരു തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കണം. പിന്നെ അതിന് എണ്ണയൊന്നും ഒഴിക്കണ്ട, ചുമ്മാ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിന് വേണ്ട കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നാക്കി അതിൻ്റെ പച്ചമണം മാറുന്നതിനൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കുക. വറ്റൽമുളക് ഉണ്ട്, അതാണ് നല്ലത്. ഒരു പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കത് നന്നായിട്ട് കണ്ടോ, പച്ചമണം നന്നായിട്ട് മാറി വന്നില്ലേ. നമുക്കതിന് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് അല്പം പുളിയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ, അത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിന് ഈ ഒരെണ്ണം മാത്രം മതി കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനിടയിൽ മകൻ വന്ന് വാരി പോകുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായി, കുറേ സമയം ടേസ്റ്റ് നോക്കാൻ വേണമെന്ന് പറയുന്നത്. നിങ്ങളും കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.